പിറ്റേന്ന് അതിരാവിലെ തന്നെ കുളിച്ചു മാറ്റി ചായയും കുടിച്ച് ആകാശ് ആദിയുടെ കാറും എടുത്ത് ആരോടും പറയാതെ പുറത്തേക്ക് പോയി. ആർക്കും ഒന്നും മനസ്സിലായില്ല. താൻ ഇന്നലെ രാത്രി പറഞ്ഞത് കൂടിപ്പോയോ? അവൻ തെറ്റിപ്പോയതാണോ? ആദിക്ക് വിഷമം തോന്നി. ഇന്നലെ അത്രയും പറയണ്ടായിരുന്നു എന്ന് അവന് തോന്നിപ്പോയി. അവൻ ആകാശിൻ്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും സ്വിച്ച്ഡ് ഓഫ് ആണെന്ന് മറുപടി കിട്ടി. ആദിക്ക് സങ്കടം തോന്നി. ഇതേ സമയം ആകാശ് 2 സൈറ്റിൽ പോയി പണിക്കാരെ 2 ദിവസത്തെ പണിയുടെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു. അവർക്കുള്ള കൂലി ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു. എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തി തിരിച്ചു വരുന്നുണ്ടായിരുന്നു. രാവിലെ 10 മണിയോടെ ആകാശ് വീട്ടിലെത്തി. പിന്നാലെ ഒരു കൂടുവണ്ടിയും. ആർക്കും ഒന്നും മനസ്സിലായില്ല. വരുന്ന വഴി വാങ്ങിയ പൊറോട്ടയും ചിക്കൻ്റെ കവറും പാറുവിനെ ഏൽപ്പിച്ചു. "പെങ്ങളെ, വേഗം കറി വെക്ക്," ആകാശ് പറഞ്ഞു. അവൻ തിരിച്ചു വന്നതിൽ ആദിക്ക് സമാധാനം തോന്നി. പക്ഷേ ഈ കൂടുവണ്ടി? ആർക്കും ഒന്നും മനസ്സിലായില്ല. ആകാശ് കൂടുവണ്ടിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും അതിൽ നിന്ന് 2 പേര് ഇറങ്ങി വണ്ടിയിൽ നിന്ന് പന്തൽ സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങിയിരുന്നു. ആകാശ് കസേരകളും മേശകളും ഇറക്കാൻ അവരെ സഹായിച്ചു. എല്ലാവരും അന്തം വിട്ടിരുന്നു. ഈ ഒരു കാര്യം മറന്നുപോയിരുന്നു. ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. വീട്ടിൽ തന്നെ സ്ഥലമുണ്ടായിരുന്നു. വലിയ ഉമ്മറവും ആണ്. അവിടെയും സൗകര്യമുണ്ട്. ഒക്കെ ഇറക്കി കഴിഞ്ഞതിനു ശേഷം ആകാശ് പന്തൽ കെട്ടാൻ പണിക്കാർക്ക് നിർദ്ദേശം നൽകി. പണിക്കാർ പന്തൽ കെട്ടാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. മുറ്റത്ത് പന്തലുയർന്നു. കസേരകളും മേശകളും ഒരു ഭാഗത്ത് ഒതുക്കിവെച്ചു. പറമ്പിൽ പണിക്ക് വന്ന രാമുവിനും മറ്റേയാൾക്കും പന്തലിടുന്നത് കണ്ട് ഒന്നും മനസ്സിലായില്ല. അവർ ആകാശിനോട് വിവരം ചോദിച്ചു. അവൻ സത്യം പറഞ്ഞു. പാറു ആദ്യത്തെ വിവാഹബന്ധം ഒഴിഞ്ഞെന്നും മറ്റൊരു വിവാഹം നടക്കാൻ പോകുകയാണെന്നും നാളെ നിശ്ചയമാണെന്നും 3 മാസം കഴിഞ്ഞു വിവാഹം അതിഗംഭീരമായി നടത്തുമെന്നും നിശ്ചയം ആരോടും പറയുന്നില്ലെന്നും വിവാഹത്തിന് എല്ലാവരെയും ക്ഷണിക്കുമെന്നും അവൻ പറഞ്ഞു. ഇനിയെങ്കിലും പാറുമോൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു, എല്ലാം അറിയുന്ന രാമു പറഞ്ഞു. എല്ലാം നടക്കും ചേട്ടാ. അവൾക്ക് നമ്മളെല്ലാവരും ഇല്ലേ? പിന്നെ ചേട്ടാ, അവിടെ ഒരു ചെറിയ കുഴി കൂടി കുഴിക്കണേ. നാളത്തെ വേസ്റ്റ് ഇട്ട് മൂടാൻ വേണ്ടിയാ. അവൻ സ്ഥലം കാണിച്ചു കൊടുത്തു. അതൊക്കെ ഞാൻ ഏറ്റു മോനെ, രാമു ഉറപ്പ് കൊടുത്തു. അപ്പോഴേക്കും ചിക്കൻ കറി റെഡിയായിരുന്നു. പാറു എല്ലാവരെയും ചായ കുടിക്കാൻ വിളിച്ചു. ആകാശ് വരുമ്പോൾ കൊണ്ടുവന്ന പൊറോട്ടയും ചിക്കൻ കറിയും ചായയും പാറു ഉമ്മറത്ത് എടുത്തു വച്ചിരുന്നു. എല്ലാവരും കൈ കഴുകിയിരുന്നു. ആകാശ് എല്ലാവർക്കും വിളമ്പിക്കൊടുത്തു. ചായ കൊടുക്കാൻ പാറുവും സഹായിച്ചു. ഫുഡ് കഴിച്ചു കഴിഞ്ഞതിനു ശേഷം പന്തൽ പണിക്കാരും തോട്ടപ്പണിക്കാരും പണി പുനരാരംഭിച്ചു. പന്തലിൻ്റെ ഒരു ഭാഗത്ത് സ്റ്റേജ് ഉണ്ടാക്കിയിരുന്നു. വൈകിട്ട് 3 മണിയോടെ പണി കഴിഞ്ഞു. പന്തൽ പണിക്കാർ മടങ്ങിപ്പോയി. 4 മണിയോടെ വെട്ടിത്തെളിക്കലും വേസ്റ്റ് കുഴിയുടെ പണിയും കഴിഞ്ഞ് രാമുവും സഹായിയും മടങ്ങിപ്പോയി. അനന്തമൂർത്തി എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തി. 5:30യോടെ ആകാശ് പോയി സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരുന്ന ഡ്രസ്സും കുറച്ച് മുല്ലപ്പൂവും ഡെക്കറേഷനുള്ള പൂമാലകളും വാങ്ങി വന്നു. ഡ്രസ്സും മുല്ലപ്പൂവും പാറുവിനെ ഏൽപ്പിച്ചു. നാളെ ഞായറാഴ്ചയാണ്, പൂവ് പിന്നെ കിട്ടിയില്ലെന്ന് വരും. അവളത് ഫ്രിഡ്ജിൽ വെച്ചു. ഡെക്കറേഷനുള്ള പൂമാല കണ്ടു അവൾ വല്ലാതെയായി. അവന് കുറേ കാശായിട്ടുണ്ടാവും. ഇതൊന്നും വേണ്ടായിരുന്നു, അവൾ വല്ലായ്മയോടെ പറഞ്ഞു. നിനക്ക് വേണ്ടായിരിക്കും. ഇതേ എൻ്റെ ഒരേ ഒരു ചങ്ക് ഫ്രണ്ടിൻ്റെ നിശ്ചയമാണ്. ഞാനത് ജോറാക്കും. നോ എക്സ്ക്യൂസ്, നോ കോംപ്രമൈസ്, ഓക്കെ? പിന്നെ നാളെ 8 മണിക്ക് ബ്യൂട്ടീഷ്യനും ഫോട്ടോഗ്രാഫറും വരും, മറക്കണ്ട. അപ്പോഴേക്കും റെഡിയായി നിൽക്കണം, ഓക്കെ? പിന്നെ അമ്പലത്തിൽ പോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. ആദ്യം ചിലപ്പോൾ വരില്ല. അതും പറഞ്ഞ് ആകാശ് പുറത്തേക്ക് പോയി. പാറുവിൻ്റെ കണ്ണു നിറഞ്ഞിരുന്നു. പിറ്റേന്ന് അതിരാവിലെ എഴുന്നേൽക്കാൻ ഉള്ളതിനാൽ എല്ലാവരും നേരത്തെ ഫുഡ് കഴിച്ചു കിടന്നു. പാറുവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ എഴുന്നേറ്റ് പുറത്തിറങ്ങി. അച്ഛൻ്റെയും അമ്മയുടെയും അസ്ഥിത്തറയ്ക്ക് അരികിലേക്ക് നടന്നു. അസ്ഥിത്തറയിൽ വൈകുന്നേരം തെളിയിച്ച ദീപം അപ്പോഴും തെളിഞ്ഞു കത്തുന്നുണ്ടായിരുന്നു. ഒരു ഇളം തെന്നൽ അവളെ തഴുകി കടന്നുപോയി. അവൾ ഒരു നിമിഷം ഏകാഗ്രതയോടെ കണ്ണടച്ചു നിന്നു.
അച്ഛൻ്റെയും അമ്മയുടെയും സാന്നിധ്യം അവൾക്ക് അനുഭവപ്പെട്ടു. സന്തോഷമായിരിക്കാൻ അവർ പറയുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ മെല്ലെ റൂമിലേക്ക് നടന്നു. പിറ്റേന്ന് പുലർച്ചെ 4 മണിക്ക് ഫോണിൽ അലാറം സെറ്റ് ചെയ്തു അവൾ കിടന്നു. അന്ന് സമാധാനത്തോടെ അവൾ ഉറങ്ങി. പിറ്റേന്ന് പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചു മാറ്റാനുള്ള ഡ്രസ്സും എടുത്ത് അവൾ വരുമ്പോൾ കിച്ചണിൽ ആദിയും ആകാശും അനന്തമൂർത്തിയും തിരക്കിട്ട പാചകത്തിലായിരുന്നു. ആകാശിൻ്റെ തലയിൽ തോർത്തുകൊണ്ട് ഒരു കെട്ടുമുണ്ട്. റവ വറുത്തു വെച്ചിരുന്നു. മൂർത്തി ക്യാരറ്റും ഉള്ളിയും ഇഞ്ചിയുമൊക്കെ അരിയുന്നു. ആകാശ് ചായ തിളപ്പിക്കുന്നു. ഉപ്പുമാവാണ് അവരുടെ ലക്ഷ്യം. ആകാശ് പാറുവിനെ കണ്ടതും അവളെ പിടിച്ച് പുറത്താക്കി വാതിലടച്ചു. പാറു വേഗം കുളിച്ചു ഡ്രസ് മാറ്റി വന്നു. അപ്പോഴേക്കും യമുനയും കിച്ചണിലെത്തിയിരുന്നു. ആകാശ് ഓരോ ഗ്ലാസ് ചായ യമുനയ്ക്കും പാറുവിനും കൊടുത്തു. അവളെ ഇരിപ്പുമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സെറ്റിയിൽ ഇരുത്തി. ചായ കുടിച്ചിട്ട് വേഗം റെഡിയായിക്കോ, അമ്പലത്തിൽ പോകണ്ടേ? അപ്പോഴേക്കും ഞാനും കുളിച്ചു മാറ്റി വരാം. ആദിയോട് ചോദിച്ചപ്പോൾ അവനും ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ രണ്ടാളും പോയിക്കോ, ഞാനില്ല, എനിക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട്, ആകാശ് പറഞ്ഞു. ആദി വേഗം കുളിച്ചു മാറ്റി വന്നു. സ്കൈ ബ്ലൂ ഷർട്ടിലും കസവ് മുണ്ടിലും അവൻ്റെ ഭംഗി ഇരട്ടിച്ചിരുന്നു. പാറു സെറ്റ് മുണ്ടാണ് ധരിച്ചത്. പാറു ആകാശിനെ വിളിച്ചെങ്കിലും അവൻ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും 6 മണിയായി. ആദി കാർ തിരിച്ചിട്ടു. പാറുവിനെ ഡ്രൈവിംഗ് സീറ്റിൽ കയറ്റി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. പാറുവിന് അവൻ്റെ അടുത്തിരിക്കാൻ ചമ്മലുണ്ടായിരുന്നു. എങ്കിലും അവന് വഴി പറഞ്ഞു കൊടുത്തു. 15 മിനിറ്റ് കൊണ്ട് അമ്പലത്തിലെത്തി. വഴിപാട് കൗണ്ടറിൽ പുഷ്പാഞ്ജലിക്ക് ഷീട്ടാക്കാൻ നേരം അവൾ ആദിത്യനെ നോക്കി. പേരാദിത്യൻ, നക്ഷത്രം പൂരം, അവൻ പറഞ്ഞു. അടുത്തത് എന്ന പോലെ കൗണ്ടറിലിരിക്കുന്ന ആൾ പാറുവിനെ നോക്കി. സൗപർണിക, അവിട്ട നക്ഷത്രം, അവൾ പറഞ്ഞു. അവർ ശ്രീകോവിലിനു മുന്നിലേക്ക് നടന്നു. വഴിപാട് ഷീട്ടു പടിയിൽ വെച്ച് തൊഴുതു. തൻ്റെ ജീവിതത്തിലേക്ക് ഒരു കൂട്ടായി പാറുവിനെ തന്നതിന് അവൻ മഹേശ്വരനോട് നന്ദി പറഞ്ഞു. ചുറ്റമ്പലത്തിന് വലം വെച്ച് തൊഴുതു. വന്നപ്പോഴേക്കും പൂജാരി പ്രസാദം കൊടുത്തു. അദ്ദേഹത്തിന് അവരെ കണ്ടപ്പോൾ സാക്ഷാൽ പരമേശ്വരനും പാർവതിയുമായാണ് തോന്നിയത്. ദക്ഷിണ കൊടുത്തപ്പോൾ പൂജാരി അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുവരെയുള്ളത് ഒക്കെ രണ്ടുപേരും മറക്കുക. ഒരു സമയമുണ്ട്, ആ സമയത്ത് മാത്രമേ ഒന്നിച്ചു ചേരാൻ കഴിയൂ. ഇനി മുതൽ ഉയർച്ച മാത്രമേ ഉണ്ടാവൂ. രണ്ടുപേർക്കും. പേടിക്കേണ്ട, നല്ലതേ വരൂ. ആദിയുടെ മനസ്സ് നിറഞ്ഞിരുന്നു. അവർ പുറത്തിറങ്ങി. പാറു ഇളച്ചീന്തിൽ നിന്ന് മോതിരവിരലിൽ ചന്ദനം എടുത്തപ്പോൾ ആദി തൻ്റെ മുഖം കുനിച്ചു കൊടുത്തു. അവൾ ചമ്മലോടെ അവൻ്റെ നെറ്റിയിൽ ചന്ദനം തൊട്ടുകൊടുത്തു. അപ്പോഴേക്കും ഇലയിൽ നിന്ന് ആദിയും വലതു ചൂണ്ടുവിരലിൽ ചന്ദനം എടുത്തിരുന്നു. പാറു മുഖം താഴ്ത്തുമ്പോഴേക്കും ഇടതു കൈകൊണ്ട് പാറുവിൻ്റെ പിൻതലയിൽ പിടിച്ചു നിർത്തി ചന്ദനം തൊട്ടുകൊടുത്തു. കുറച്ച് വീതിയിൽ വാരി തേച്ചതുപോലെ ഉണ്ടായിരുന്നു. അത് ശരിയാക്കിയെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു അവന്. എനിക്ക് പറ്റിയ പണിയല്ല ഇത്, അവൻ പിറുപിറുത്തു. പാറുവിനൊന്നും മനസ്സിലായില്ല. പിന്നെ രണ്ടുപേരും കാറിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തി കാറിൽ നിന്നിറങ്ങിയ പാറുവിൻ്റെ മുഖം കണ്ട് ആകാശ് ചിരിയോട് ചിരി. മോളെ, കാറിലെ റിയർ വ്യൂ മിറ്റിൽ നോക്കി ചന്ദനം തൊട്ടുകൂടായിരുന്നോ? ഇതെന്തിനാ ഇങ്ങനെ വാരി തേച്ചത്? യമുന ചോദിച്ചു. പാറു ആദിയെ നോക്കി. ആദ്യം അവളോട് പറയരുതെന്ന രീതിയിൽ ചെറുതായി തലയനക്കി. അത് അറിയാതെ കൈകൊണ്ട് തുടച്ചു പോയതാ അമ്മേ, പാറു പറഞ്ഞു. ഇനി തൊടുമ്പോൾ ശ്രദ്ധിച്ച് തൊട്ടാൽ മതി, ആകാശ് ആദിയെ നോക്കി പറഞ്ഞു. അവന് കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു. കാരണം അതിൻ്റെ തെളിവ് ആദിയുടെ കയ്യിലുണ്ടായിരുന്നു. എല്ലാവരും ചായ കുടിക്കാനിരുന്നു. ഉപ്പുമാവിൽ ലേശം ഉപ്പ് കൂടിയതൊഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഉപ്പുമാവിലേക്ക് കൂട്ടി കഴിക്കാൻ പാറു ഞാലിപ്പൂവൻ കുലയിൽ നിന്ന് പഴമെടുത്തു വച്ചു. എല്ലാവരും എഴുന്നേറ്റപ്പോഴേക്കും ബ്യൂട്ടീഷ്യൻ എത്തി. പിന്നാലെ പാറുവിൻ്റെ ഫ്രണ്ട്സും എത്തി. 7 പേരുണ്ട് അവർ. സ്ത്രീകൾ ആരും വന്നിട്ടില്ല. പാറുവിനെ ആകാശ് ഉന്തിത്തള്ളി പറഞ്ഞു വിട്ടു. അതിനുശേഷം ആകാശും പാറുവിൻ്റെ ഫ്രണ്ട്സും സ്റ്റേജ് അലങ്കരിക്കാൻ നിന്നു. 8:30 ഫോട്ടോഗ്രാഫറും സഹായിയും എത്തി. ലൈറ്റ് മേക്കപ്പ് മതിയെന്ന് പാറു ആദ്യമേ പറഞ്ഞിരുന്നു. ആകാശ് ആദിയെ റൂമിലേക്ക് കൊണ്ടുപോയി മേക്കപ്പ് തുടങ്ങി. ആദി ഒന്നിനും സമ്മതിക്കുന്നില്ല. ഇതേ
എൻ്റെ പെങ്ങളുടെ നിശ്ചയമാണ്. നിനക്ക് വേണ്ടായിരിക്കും. എൻ്റെ പെങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലോ അതുകൊണ്ട് നോ എക്സ്ക്യൂസ്, നോ കോംപ്രമൈസ്. ഓക്കെ, അവിടെ അടങ്ങി നിൽക്ക്, ആകാശ് പറഞ്ഞു. ആദി പിന്നെ എതിർത്തില്ല. പിന്നെ പാറുവിൻ്റെ ഫ്രണ്ട് സുദീപും 2-3 പേരും കൂടി വന്നു. എല്ലാവരും കൂടി ആദിയുടെ മേക്കപ്പ് ഏറ്റെടുത്തു. ഡാർക്ക് ഗ്രീൻ സിൽക്ക് ഷർട്ടിലും പച്ചക്കരമുണ്ടിലും ആദി തിളങ്ങി നിന്നു. ഫോട്ടോഗ്രാഫർ ആദിയുടെ പടമെടുത്തു തുടങ്ങി. അപ്പോഴേക്കും പാറുവിൻ്റെ മേക്കപ്പും കഴിഞ്ഞിരുന്നു. ലൈറ്റ് മേക്കപ്പിലും ഡാർക്ക് ഗ്രീൻ സിൽക്ക് സാരിയിലും പാറുവിൻ്റെ സൗന്ദര്യം ഇരട്ടിച്ചിരുന്നു. ആദ്യം കല്യാണത്തിന് വാങ്ങിയ ആഭരണങ്ങൾ പാറു ധരിച്ചിരുന്നില്ല. അമ്മയുടെ പഴയ മോഡൽ കുറച്ച് ആഭരണങ്ങളാണ് പാറു അണിഞ്ഞത്. അവളെ കണ്ടു മൂർത്തിക്കും യമുനയ്ക്കും അഭിമാനം തോന്നി. ഞങ്ങളുടെ മകൾ. പാറുവിനെയും ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കാൻ പുറത്തേക്ക് കൊണ്ടുപോയി. ആദിയുടെ കണ്ണ് അവളിൽ തന്നെയായിരുന്നു. അതു കണ്ട് ആകാശ് എന്തെന്ന ഭാവത്തിൽ പുരികമുയർത്തി ചോദിച്ചു, നീ പോടാ, എൻ്റെ പെണ്ണല്ലേ, ഞാൻ നോക്കും, ആദി പറഞ്ഞു. ആദ്യം മോതിരം മാറുന്ന ചടങ്ങാണ്. അതിനുവേണ്ടി മൂർത്തി ആദിത്യനെയും പാറുവിനെയും സ്റ്റേജിലേക്ക് നയിച്ചു. ആദി സ്റ്റേജിലേക്ക് കയറി നിന്നു. പാറു മൂർത്തിയുടെയും യമുനയുടെയും കാലിൽ തൊട്ടു വണങ്ങി. അവരുടെ മനസ്സ് നിറഞ്ഞു. 2 പേരും അവളെ അനുഗ്രഹിച്ചു സ്റ്റേജിലേക്ക് കയറ്റി. മൂർത്തി മോതിരം എടുത്തു കൊടുത്തു. 2 പേരും പരസ്പരം മോതിരം മാറി. ഫോട്ടോഗ്രാഫർ എല്ലാം ക്യാമറയിൽ പകർത്തി. ശേഷം ഇരിപ്പുമുറിയിൽ നിന്ന് പിടിച്ചിട്ട സെറ്റിയിൽ അവരെ ഇരുത്തി. പിന്നെ മൂർത്തി കല്യാണത്തിന് പറ്റിയ ദിവസം ഉറപ്പിക്കാൻ പറഞ്ഞു. 2 മാസം കഴിഞ്ഞുള്ള ഒരു ഡേറ്റും 3 മാസം കഴിഞ്ഞുള്ള 2 ഡേറ്റുകളും പറഞ്ഞു. പറ്റിയ ദിവസം എടുക്കാം. ആദ്യം കുറച്ച് തിരക്കുള്ളതിനാൽ 3 മാസം കഴിഞ്ഞുള്ള ആദ്യത്തെ ഡേറ്റാണ് എടുത്തത്. അങ്ങനെ എല്ലാവരും കൂടി അത് ഉറപ്പിച്ചു. പിന്നെ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തു. ആദ്യം പാറുവും ഒറ്റയ്ക്കുള്ളതും 2 പേരും ചേർന്നുള്ളതും എല്ലാവരും കൂടിയുള്ളതും അങ്ങനെ ഒരുപാട് ഫോട്ടോ എടുത്തു കൂട്ടി.